നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആര് ജയിക്കും ആര് ഭരിക്കും എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കർഷക സമര സ്മരണകളിരമ്പുന്ന തില്ലങ്കേരിയിലാണ്. തില്ലങ്കേരി പഞ്ചായത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ അതിഥികളായി എത്തിയത് LDFനെ പ്രതിനിധീകരിച്ച് തില്ലങ്കേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിയേരി ചന്ദ്രനാണ്. അതുപോലെ UDFനെ പ്രതിനിധീകരിച്ച് CV അപ്പുവാണ് എത്തിയിട്ടുള്ളത്. BJPയെ പ്രതിനിധീകരിച്ച് PS പ്രകാശനും ഇവിടെ എത്തിയിട്ടുണ്ട്. 3 അതിഥികൾക്കും സ്വാഗതം. അതുപോലെ ഇവിടുത്തെ വോട്ടർമാർക്കും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമുക്കറിയാം, തില്ലങ്കേരി പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തില്ലങ്കേരി പഞ്ചായത്തിന് തനത് വരുമാനം വളരെ കുറച്ച് മാത്രം ഉള്ള ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചു എന്നാണ് നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ തില്ലങ്കേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിയേരി ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമോ ഇത്തവണ? തീർച്ചയായും തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് തനത് വരുമാനത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പിറകിലുള്ള പഞ്ചായത്താണ്. എങ്കിൽ പോലും ത്രിതല സ്ഥാപനങ്ങളുടെ ഫണ്ട് വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ MLA MP ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ വാങ്ങിയെടുത്തുകൊണ്ട് ഏറ്റവും വലിയ വികസന പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ തില്ലങ്കേരിയിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷവും ഏറ്റവും വലിയ വികസന പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചുവെന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തി കൃത്യമായ തെരഞ്ഞെടുപ്പ് ചിട്ടയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന കാര്യങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലം തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളിലെത്തിച്ചുകൊണ്ട് ഇത്തവണ 14 വാർഡുകളിലും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഉജ്ജ്വല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടുമെന്ന വലിയ വിശ്വാസമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശരി. അതുപോലെ തന്നെ LDFൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ് തില്ലങ്കേരി പഞ്ചായത്ത്. LDFന് ഏകദേശം 9ഓളം പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. പക്ഷേ UDFന് 2 അംഗങ്ങളേ ഉള്ളൂ. ഇത്തവണ നിങ്ങൾ സീറ്റ് വർദ്ധിപ്പിക്കുമോ അതോ ഈ ഒരുക്കുകോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുമോ? 2 സീറ്റ് മാത്രമേ UDFന് കഴിഞ്ഞ കാലങ്ങളിലുള്ളൂ, ഈ കഴിഞ്ഞ ഭരണസമിതിയിലുള്ളൂ. ആ 2 സീറ്റായി കുറയാനുള്ള കാരണങ്ങൾ നിരവധിയാണ്. എന്നാൽ ഇത്തവണ പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റെയും LDF ഗവൺമെൻറ്റെയും കെടുകാര്യസ്ഥ മൂലം നമ്മുടെ വാർഡുകളെല്ലാം വെട്ടിമുറിക്കപ്പെട്ടെങ്കിൽ പോലും വാർഡുകളെ മാത്രമേ അവർക്ക് വെട്ടിമുറിക്കാൻ കഴിയുള്ളൂ. ജനമനസ്സുകളെ വെട്ടിമുറിക്കാൻ വേണ്ടി അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവകാശപ്പെടുന്നു, ഇത് വെറുതെ പറയുന്നതല്ല, തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം മുഴുവൻ സീറ്റുകളും ഞങ്ങൾ ജയിക്കുമെന്ന് ഞാൻ അവകാശം. ഒരു സീറ്റേ കോൺഗ്രസിലുണ്ട്. ഒരു സീറ്റ് മതി. ഒരു സീറ്റിൽ നിന്ന് 4 സീറ്റിലേക്കും 5 സീറ്റിലേക്കും വന്ന് വോട്ടെടുപ്പിലൂടെ 4 വന്ന് വോട്ടെടുപ്പിലൂടെ നമുക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് വന്ന 1995, 2000 കാലഘട്ടത്തിൽ 8 വാർഡുകളിൽ 5 വാർഡുകൾ ജയിച്ചുകൊണ്ട് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം എങ്ങനെയായിരിക്കണം ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് കാണിച്ചു കൊടുത്ത ഒരു ഭരണസമിതി ഇവിടെ ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലും ജനങ്ങളുടെ മനസ്സിലും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷത്തോടുകൂടെ 2 ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ ഏറ്റവും ചുരുങ്ങിയത് 9 സീറ്റിൽ സീറ്റുകളിൽ ജയിക്കുമെന്ന അവകാശവാദം മാത്രമല്ല, അതായത് PS പ്രകാശൻ 2 സീറ്റിലാണ് കഴിഞ്ഞ തവണ, 2 വാർഡുകളാണ് നിങ്ങൾ പിടിച്ചെടുത്തുള്ളത്. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രചരണം? ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് തില്ലങ്കേരിയിൽ കാലാകാലങ്ങളായി മത്സരിക്കുകയും കഴിഞ്ഞതിന് മുന്നേ 1 സീറ്റ് നേടി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് നേടി. ഈ പ്രാവശ്യം ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ നേടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ പ്രവർത്തകർ നിലവിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, UDF LDF എന്നുള്ളത് നമുക്കറിയാം, ദേശീയ തലത്തിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. സഖ്യം അങ്ങനെയാണ്. മാത്രമല്ല, ഈ വാർഡുകളെ വെട്ടിമുറിച്ച കാര്യത്തിൽ UDFൻ്റെയും LDFൻ്റെയും പങ്ക് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. കാരണം ഞാനത് പറയുന്നത്, എൻ്റെ വീട് തില്ലങ്കേരി പഞ്ചായത്തിലെ കാർക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. കാർക്കോട് എന്ന് പറയുന്ന പ്രദേശം 11, 12, 13, 14 ഈ 4 വാർഡുകളിലായിട്ടാണ് ഒരു ചെറിയ പ്രദേശത്തെ വെട്ടിമുറിച്ചിരിക്കുന്നത്. ഇത് എന്തിനാണെന്നുള്ളത് വോട്ടർമാർക്ക് അറിയാം. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും അങ്ങനെ ഭരണം പിടിക്കുമെന്നുള്ള അവകാശവാദം നമ്മൾ ഇപ്രാവശ്യം ഉന്നയിക്കുന്നില്ലെങ്കിലും കൂടുതൽ മെമ്പർമാരെ തില്ലങ്കേരി പഞ്ചായത്തിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് തക്കതായ കാരണങ്ങളും അതുപോലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സ്വീകരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തന രംഗത്തുള്ളത്. അതിൻ്റെ പ്രവർത്തനം എല്ലാ ഭാഗത്തും നല്ല ജനപങ്കാളിത്തത്തോടുകൂടി നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ 5 വർഷക്കാലം തില്ലങ്കേരി പഞ്ചായത്തിന്
ഒത്തിരി മാറ്റങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെടുത്ത് പറയത്തക്ക എന്തൊക്കെയാണ് നേട്ടങ്ങൾ? അതൊരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് വീട് എന്ന് പറയുന്നത്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഏറ്റവും ആദ്യം തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് 145 ആളുകൾക്ക് അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചു വന്ന വലിയ സന്തോഷത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സംസ്ഥാന ഗ്രാമപഞ്ചായത്ത് ഗുണഭോക്തൃ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് 10-20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ 3645 ആളുകൾക്കും ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രകാരം കുടിവെള്ളം കൊടുക്കുന്നു എന്നുള്ളത് അതിലേറെ ഒരുപക്ഷെ അടുത്ത യുദ്ധം ജലത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 6-7 ലക്ഷം ഉറുപ്പ്യ ഓരോ കൊല്ലവും കുടിവെള്ളത്തിന് വേണ്ടി നീക്കി വെക്കുകയാണ്. ഒരുപക്ഷെ ഭാവിയിൽ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി അത് മാറും. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ആദ്യം സൗജന്യമായി സ്ഥലം കണ്ടെത്തി കൊടുത്തുകൊണ്ട് ഏറ്റവും ആദ്യം ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്തുകൊണ്ട് ആ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചു. ജനങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയെല്ലാം ആരോഗ്യ വിദ്യാഭ്യാസ സേവന മേഖല ആകെ ഒട്ടനവധി പരിപാടികൾ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന വലിയ ആത്മവിശ്വാസം LDFിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾ കൊടുത്തു, അതുപോലെ തന്നെ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം, അതൊക്കെ തില്ലങ്കേരിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി എന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. UDFിൻ്റെ പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത്? ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തിട്ടുണ്ടാവും, അത് നിഷേധിക്കുന്നൊന്നുമില്ല. വികസന പ്രവർത്തനം നടത്തുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്. ഈ ലൈഫ് പദ്ധതി എല്ലാം വരുന്നതിന് മുമ്പേ തന്നെ 1995-2000 കാലഘട്ടങ്ങളിൽ ഒരു ഭരണസമിതി ഈ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. ആ ഗ്രാമസഭയിലുണ്ടായിരുന്ന ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്ന വളരെ ചെറിയ ഫണ്ടുകൾ കിട്ടിയിട്ട് ഒരു പഞ്ചായത്തിന് 25 ലക്ഷം രൂപ കൊടുക്കണം എന്ന രീതിയിൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്ന മുഴുവൻ സംഖ്യയും തരാതെ അന്നത്തെ ഭരണമുന്നണി, അതായത് സംസ്ഥാനം ഭരിക്കുന്ന മുന്നണി 16,20,000 രൂപ മാത്രം തന്നുകൊണ്ട് 52 പ്രൊജക്റ്റുകളിലായി തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിലെ നിങ്ങൾക്ക് 30 വർഷം മുമ്പേയുള്ള തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പരിച്ഛേദം ഇപ്പോൾ ഇവിടെ എല്ലാവരും 30 വർഷം മുമ്പേ ഉള്ള ആളുകൾ, വളരെ പ്രായമുള്ള ആളുകൾ കുറവാണ്. 30 വർഷം മുമ്പേ എല്ലാം ആളുകളുണ്ടാകും, പക്ഷേ ഓർമ്മയിലുണ്ടാവില്ല. ആ 30 വർഷം മുമ്പേയുള്ള തില്ലങ്കേരി എന്ന് പറയുന്നത് കട്ടപ്പരയായിരുന്നു. കട്ട കൊണ്ടുണ്ടാക്കിയ നിർമ്മിച്ച വീടുകൾ. ആ കട്ട കൊണ്ടുണ്ടാക്കിയ നിർമ്മിച്ച വീടുകളിൽ 90% വീടുകളും അത് ഓടിട്ട വീടുകളായിരുന്നില്ല, മറിച്ച് പുല്ലും ഓലയും മേഞ്ഞ വീടുകളായിരുന്നു. ആ 5 വർഷക്കാലം കൊണ്ട് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഓലമേഞ്ഞ വീടുകളും ഓടുമേയുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് ശൗചാലയം എന്നത് നമ്മുടെ മനസ്സിലൊന്നും വീടുകൾ എല്ലാവർക്കും വീട് കിട്ടിയിട്ടുണ്ട്. എല്ലാ വീടുകളും കുടിവെള്ളം വീടും നല്ല രീതിയിൽ തന്നെ ഭരണസമിതി ചെയ്തിട്ടുണ്ട്. ഭരണസമിതി കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ജൽജീവൻ പദ്ധതി പഞ്ചായത്തിന് എന്താണ് ബന്ധം? ജൽജീവൻ പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും പഞ്ചായത്തും കൂടി. അന്ന് നമ്മളോട് പറഞ്ഞത് ഗുണഭോക്തൃ വീതം വേണമെന്നാണ്. ഗുണഭോക്തൃ വീതം തരില്ല എന്ന് ഫോറത്തിൽ എഴുതി കൊടുത്ത ആളാണ് ഞാൻ. അന്നേരം പറഞ്ഞ് നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല, ഗുണഭോക്തൃ വീതം നമ്മൾ പണമായി കൊടുക്കാം, ഗുണഭോക്തൃ വീതം നമ്മൾ അധ്വാനമായി. കേന്ദ്ര സംസ്ഥാന പഞ്ചായത്തൊക്കെ സഹകരിച്ചിട്ടുണ്ടാക്കിയ പഞ്ചായത്തിൻ്റെ ഒറ്റ രീതിയിലുള്ള പദ്ധതിയല്ല. ഈ ജൽജീവൻ പദ്ധതി തില്ലങ്കേരിക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ തില്ലങ്കേരിയിൽ ജൽജീവൻ പദ്ധതിയേക്കാൾ, അത് മോശമെന്നല്ല പറയുന്നത്, പദ്ധതിയേക്കാൾ അനുഗ്രഹീതമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുമായിരുന്നു. അത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് വിഷയം. അപ്പോൾ ഇപ്പം ജൽജീവൻ മിഷനും അതുപോലെ വീടുകളെയൊക്കെ പറഞ്ഞു. അപ്പോൾ പല ചർച്ചകളിലും നമുക്ക് ലഭ്യമാകുന്നത് അവിടെയുള്ള LDFിൻ്റെ UDFിൻ്റെ ഒക്കെ ഭരണത്തിനെതിരെ പറയുന്നതാണ് അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുത്തതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഈ ഒരു തില്ലങ്കേരി പഞ്ചായത്തിലുണ്ടോ? ഇതിനൊരു മറുപടി പറയാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ഫോട്ടോ ആണ് ഞാൻ ഈ സദസ്സിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രാവശ്യത്തെ 13-ാം വാർഡ്, കഴിഞ്ഞ പ്രാവശ്യത്തെ 11-ാം വാർഡ്, അവിടെ വോട്ട് പിടിക്കാൻ പോയപ്പോൾ ഉള്ളൊരു ഫോട്ടോ ഇത്. അവിടെ ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന ഒരു വീട്. അതായത് ഇത് നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും. നിങ്ങൾ ചാനൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം, നിങ്ങൾ പോയി ഒന്ന് സംഗതി മനസ്സിലാവുമല്ലോ. അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള രീതിയിൽ ഉന്നയിക്കണം എന്നുള്ളതാണ് NDAക്ക് പറയാനുള്ളത്. കാരണം വീടിൻ്റെ നിർമ്മാണം അനുസരിച്ച്
നമ്മളെ കുടിവെള്ള പദ്ധതി ആയാലും ശരി, ഏത് പദ്ധതി ആയിക്കോട്ടെ, അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയാം. നേരത്തെ LDFിൻ്റെ പ്രതിനിധി നമ്മുടെ അണിയേരി സൂചിപ്പിച്ചിട്ടായിരുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ കേരള സർക്കാരിൻ്റെയും ഒക്കെ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അത് ശരിയാണ്. തില്ലങ്കേരിയിൽ അടുത്ത കാലത്തൊക്കെ വെച്ച് കിട്ടിയ ഏറ്റവും വലിയ ഒരു പദ്ധതി ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ കേന്ദ്ര വിഹിതം എത്ര, സംസ്ഥാന വിഹിതം എത്ര, പഞ്ചായത്ത് വിഹിതം എത്ര നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ പങ്കുകൊണ്ടാണ് എന്ന് പറയാനുള്ളൊരു മടി സ്വാഭാവികമായും ഭരണസമിതി കാണിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം ഈ നേരത്തെ അണിയേരി സൂചിപ്പിച്ചത് നമ്മളെ ജലജീവൻ മിഷൻ്റെ പദ്ധതി ഉദ്ഘാടനം ഈ ഹാളിൽ വെച്ചിട്ടായിരുന്നു. അവിടെ എല്ലാ സ്ഥലത്തും സ്വാഭാവികമായും ആരാധനായ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് എല്ലാ പഞ്ചായത്തിലും പരിപാടി നടന്നത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ വന്ന ആ ഒരു ബാനറിൽ ആരാധനായ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ബഹുഭൂരിപക്ഷം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ഒരു പദ്ധതിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ വെക്കാൻ പോലും മടി കാണിച്ചത് ഈ പദ്ധതിയൊക്കെ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ് സഹായം കൊണ്ടാണെന്ന് ഇവിടുത്തെ സാധാരണ വോട്ടർമാരും ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാരതത്തിലുടനീളം നടക്കുന്ന വികസനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലക്ക് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനെ പോലും കേന്ദ്ര ഗവൺമെൻറ് അവഗണിച്ചിട്ടില്ല എന്നുള്ള ബോധം ജനങ്ങളിലേക്ക് എത്തും. ആ പേടി കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അത്തരത്തിലുള്ള പദ്ധതികൾ ഒളിച്ചു വെക്കുന്നത് എന്ന് വേണം പറയാം. ഇതിനുള്ള മറുപടി പറയാനുണ്ടോ? അതിൽ കേന്ദ്ര ഗവൺമെൻറ് 50% ഫണ്ടും സംസ്ഥാന ഗവൺമെൻറ് 25%വും 15% ഗുണഭോക്തൃ വിഹിതവും 15% ഗ്രാമപഞ്ചായത്തും 10% ഗുണഭോക്തൃ വിഹിതവുമാണ് ഈ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയിലെ ഫണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. അതിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് പഞ്ചായത്ത് വിഹിതവും അതുപോലെ തന്നെ ഗുണഭോക്തൃ വിഹിതവും ഇപ്പം കൈകാര്യം ചെയ്യുന്നത്. നമ്മളേതുപോലുള്ള ഒരു പഞ്ചായത്ത് വിഹിതം അടക്കുക, ഗുണഭോക്തൃ വിഹിതം അടക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറഞ്ഞത് ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടില്ല എന്ന് ഒരു യോഗത്തിലും ഒരു പരിപാടിയിലും ഉദ്ഘാടനത്തിലും പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയുടെ അതെ, തീർച്ചയായും ഈ നാട്ടിലെ സകലമാന രാഷ്ട്രീയക്കാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് 5 വർഷക്കാലത്തെ വികസന പരിപാടികൾ ആകെ നടപ്പിലാക്കിയത്. ഈ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ടും ആദ്യ യോഗം വിളിച്ചു ചേർത്ത് ഇതിൻ്റെ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി സൗജന്യമായി ടാങ്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം ഏറ്റവും ആദ്യം ഇരിട്ടി ബ്ലോക്കിൽ നമ്മൾ കണ്ടെത്തി. റോഡ് പൊളിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്ത് എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി ആരംഭിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കണക്കുകളോ ഫണ്ടോ വസ്തുതകളോ യാഥാർത്ഥ്യങ്ങളോ അംഗീകരിക്കുന്നതിന് ഭരണസമിതിയെ സംബന്ധിച്ച് ഒരു വൈമനസ്യം ഉണ്ടായിട്ടില്ല. എല്ലാ ആളുകളെയും BJPയുടെ വാർഡിലാണ് ആദ്യം പൂർത്തീകരിച്ചത്. തീർച്ചയായും. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കർഷക സമര പോരാട്ടങ്ങളുടെ സ്മരണകൾ ഇരമ്പുന്ന തില്ലങ്കേരി ഇപ്പോഴും ഒരു കാർഷിക മേഖലയിൽ അത്ര വലിയ മുന്നേറ്റമൊന്നുമില്ലേ? UDFിൻ്റെ പ്രതിനിധിക്ക് എന്താ പറയാനുള്ളത്? കാർഷിക മേഖലയിൽ ഞാൻ പഞ്ചായത്ത് ജനപ്രതിനിധിയായ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ 11 പാടശേഖര സമിതികളുണ്ടായിരുന്നു. 11 പാടശേഖര സമിതികളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ 11 പാടശേഖര സമിതികളിൽ നിന്നും നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്നൊരു തീരുമാനമെടുത്ത് 1 ഇഞ്ച് ഭൂമി പോലും കൃഷി ചെയ്യാതെ തരിശായി ഇടാൻ പാടില്ല എന്ന്. ഇന്ന് നിങ്ങളൊന്ന് ഈ ചാനലിൻ്റെ ഫോട്ടോഗ്രാഫർ വന്ന് പോയി നോക്ക്. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ ഉള്ള പാടശേഖരങ്ങളിൽ എവിടെയാണ് നെൽകൃഷിയുള്ളത്, എവിടെയാണ് പച്ചക്കറി കൃഷിയുള്ളത്, എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാൻ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ജൈവ കർഷകരുടെ അവാർഡ് വാങ്ങിയ ആളുകളിലുണ്ട് ഇവിടെ. പക്ഷേ അതുകൊണ്ട് എല്ലാ പാടശേഖരങ്ങളിലും പോയിട്ട് അദ്ദേഹത്തിന് ജൈവ കാർഷിക പ്രവൃത്തി നടത്താൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്, ജൈവ കർഷകരിൽ അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് തന്നെ. പക്ഷേ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ നെൽകൃഷി ഭൂമികളും ഇന്ന് തരിശായി കിടക്കുകയാണ്. തരിശായി കിടക്കുക എന്ന് പറഞ്ഞാൽ അത് പാമ്പുകളും അതുപോലെ തന്നെ പഴുതാരകളും നിറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പശുക്കൾക്ക് പോലും പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാട് കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ഭരണസമിതിയുടെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തിന് മുമ്പേ ഉള്ള ഭരണസമിതി കാലത്താണ് ജില്ലാ പഞ്ചായത്ത് ഈ ചന്ദ്രോത്ത് താഴെ വയലിൽ നെൽകൃഷി നടത്തുന്നതിന് വേണ്ടി പൊന്മണി കേന്ദ്രം നടത്തിയത്. പൊന്മണിയുടെ കേന്ദ്രം എന്ന പൊന്മണി എന്ന പരിപാടിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും അതിന് തയ്യാറായി വരിക മാത്രമല്ല, ഒരുപാട് നെല്ലുകളൊക്കെ കിട്ടിയിരുന്നു. തുടർന്ന് ഫോളോ അപ്പ് ചെയ്യാതെ എങ്ങനെയെങ്കിലും സബ്സിഡി വാങ്ങി ആ കാലഘട്ടത്തിൽ കാര്യങ്ങൾ നടത്തുക എന്നല്ലാതെ അത് സ്ഥായിയായ ഒരു വികസനം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ സ്ഥായിയായ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നെല്ല് ഉൽപ്പാദനത്തിന് വേണ്ടിയോ പച്ചക്കറി ഉൽപ്പാദനത്തിന് വേണ്ടിയോ അല്ല പയർവർഗ്ഗങ്ങൾ ഉൽപ്പാദനത്തിന് വേണ്ടിയോ ഒരു പാടശേഖര സമിതിയിലും ഒരു പ്രവൃത്തിയും കഴിഞ്ഞ നാളുകളിൽ
ഗ്രാമപഞ്ചായത്ത് ചേരില്ല എന്നത് അവിതർക്കിതമായ കാര്യമാണ്. ഞാൻ നിർത്തുന്നില്ല, ഒന്നും കൂടി പറയാനുണ്ട്. ഞാൻ പറയാം 1995-2000 കാലഘട്ടം തന്നെയാണ് ഞാൻ പറയുന്നത്. ആ 1995-2000 കാലഘട്ടങ്ങളിൽ 11 പാടശേഖര സമിതിയിൽ ഒരു പാടശേഖരമല്ല, ഒരു പാടത്തിൽ പോലും നെൽകൃഷി ചെയ്യാതിരുന്നിട്ടില്ല. ആ സമയത്ത് ഭരിച്ചത് UDF ആയിരുന്നു. എങ്ങനെ 92 ആ കാലഘട്ടത്തിൽ ഭരിച്ചത് UDF ആയിരുന്നു. അന്ന് UDF ആണ് ഭരിച്ചത്. അന്ന് UDF ഭരിക്കുമ്പോൾ എന്താണ് പഞ്ചായത്ത്, എങ്ങനെയായിരിക്കണം പഞ്ചായത്ത് എന്ന് ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്ത് ഭരണമായിരുന്നത്. നമുക്ക് കിട്ടിയ ഫണ്ട് കേവലം ഇന്ന് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ശരി നമുക്ക് ഇതിലേക്ക് വരാം. നമ്മളെ ഒരു വീടെടുക്കണമെങ്കിൽ പോലും ഒരു 15 ലക്ഷം രൂപ വേണം. അന്ന് നമുക്ക് കിട്ടിയ അന്ന് പണത്തിന് മൂല്യമുണ്ട്. അന്ന് 15 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം രൂപ കിട്ടുമ്പോൾ ആ പണം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തില്ലങ്കേരി പഞ്ചായത്ത് കാർഷിക മേഖലയിൽ വളരെ അഭിവൃദ്ധിപ്പെടുത്ത ഒരു പഞ്ചായത്തായിരുന്നു. BJPയുടെ അഭിപ്രായം എന്താണ്? കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നേരത്തെ UDFന്റെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ നെൽകൃഷിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു മേഖലയല്ലല്ലോ. നെൽകൃഷിയെ പറ്റി ചോദിച്ചത് അല്ല, കാർഷികം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നെല്ല് മാത്രമല്ല, അതുപോലെ തെങ്ങായാലും ശരി, റബ്ബറായാലും ശരി, കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് സംഗതികൾ ഉൾപ്പെടുന്നതാണ്. തില്ലങ്കേരിയുടെ ചരിത്രമൊക്കെ കാർഷികമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇന്ന് അനവധിയായ പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ കാട്ടുമൃഗങ്ങളുടെ, വന്യമൃഗങ്ങളുടെ ഒരു ഉപദ്രവം, അതിപ്പോൾ ഏത് കൃഷിയായാലും ശരി, തെങ്ങാണെങ്കിൽ കുരങ്ങ് പോലുള്ള സംഗതികൾ, താഴെ എന്തെങ്കിലും കുഴിച്ചിടിയാണെങ്കിൽ അത് പന്നി, അതുപോലെയുള്ള മയിൽ, അങ്ങനെയുള്ള അനവധിയായിട്ടുള്ള ഉപദ്രവം, അതായത് കാട്ടുമൃഗങ്ങളിലെ വന്യമൃഗങ്ങളുടെ ഉപദ്രവം സ്വാഭാവികമായും വലിയ പ്രതിസന്ധി കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ പ്രതിവിധി കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ കാർഷിക മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ് BJPയുടെ ഒരു അഭിപ്രായം. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ഫണ്ട് അതിനുവേണ്ടി നീക്കി വെക്കുന്നുണ്ട്. അതായത് ഈ കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, അല്ലെങ്കിൽ അവർ കൃഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ നഷ്ടപരിഹാരം കിട്ടാനുള്ള ഒരു ബില്ല് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആനുകൂല്യം നമുക്കും കിട്ടും എന്ന പ്രതീക്ഷയിൽ കൂടി നമുക്ക് കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ UDFന്റെ പ്രതിനിധി പറഞ്ഞു, ഇപ്പോൾ തില്ലങ്കേരി, അതായത് നെല്ലെടുപ്പ് സമരവുമൊക്കെ ആയി ബന്ധപ്പെട്ട് തില്ലങ്കേരിയുടെ വയലുകളൊക്കെ ഇപ്പോൾ നെൽകൃഷി ചെയ്യാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ തില്ലങ്കേരി പഞ്ചായത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്നോട്ടടിക്കുന്നത്? കാർഷിക മേഖലയിൽ ഏറ്റവും ഫലപ്രദമായി കഴിഞ്ഞ 5 വർഷം ഫണ്ട് ചെലവ് ചെയ്ത ഒരു പഞ്ചായത്താണ് തില്ലങ്കേരി. കേരളമെമ്പാടും കാർഷിക ഭൂമി കുറഞ്ഞു വരുന്നു, നഗരവൽക്കരിക്കപ്പെടുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. നെൽകർഷകർക്ക് 1 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നത്. നെൽവയലിൻ്റെ വിസ്തൃതി കുറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ നെൽകൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സബ്സിഡിയും പാടശേഖര സമിതി ഫലപ്രദമായി ഇടപെടുകയും കൃഷിഭവൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനവും ഫലപ്രദമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് നിങ്ങൾ കാണേണ്ടത്, ഇന്നിപ്പോൾ കുടുംബശ്രീക്ക് ISOവും അതിൻ്റെ അംഗീകാരവും കിട്ടിയ IFC എന്ന പേരിൽ തില്ലങ്കേരി റൈസ് എന്ന പേരിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് കുത്തി പാക്കറ്റ് ചെയ്ത് വിപണനം ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഒരേ ഒരു പഞ്ചായത്ത് തില്ലങ്കേരിയാണ്. തില്ലങ്കേരി റൈസാണ്. കർഷകർക്ക് അത്രയധികം നെൽകാർഷിക മേഖലയിൽ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഴഗ്രാമം പദ്ധതി, അതുപോലെ തന്നെ കുരുമുളക് കൃഷിക്ക് ആവശ്യമായ പദ്ധതികൾ, നാളികേരത്തായി വിതരണം ചെയ്യൽ, എല്ലാ രീതിയിലും കാർഷിക മേഖലയിൽ വിപുലമായ പദ്ധതി. അതുപോലെ തന്നെ പശു വളർത്തൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ തില്ലങ്കേരിയിൽ മാത്രമല്ല, പശു ആട് വളർത്തൽ കുറയുകയാണ്. അപ്പോൾ ആ മേഖലയിലും ഫലപ്രദമായ ഇടപെടലാണ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഇന്നിപ്പോൾ കേരളത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന IFCയിൽ തില്ലങ്കേരി ബ്രാൻഡ് റൈസ് നെൽകർഷകരിൽ നിന്ന് അരി ഉൽപ്പാദിപ്പിച്ച് വാങ്ങി പാക്കറ്റാക്കി അത് വിപണനം ചെയ്യുന്ന ഒരു സംവിധാനം തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാർഷിക മേഖലയിൽ ഒട്ടനവധി ഫണ്ട് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തുന്നുണ്ട്. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന പാടശേഖര സമിതികൾ തന്നെയാണ് തില്ലങ്കേരി. സബ്സിഡി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമായിരിക്കും, പക്ഷേ നെൽകൃഷി കാണാനില്ല. നെൽകൃഷി വയലിൽ കാണണ്ട, പിന്നെ ബ്രാൻഡഡ് ചെയ്തത് ബ്രാൻഡ് അരി കിട്ടുന്നുണ്ടാവും. ആരെങ്കിലും 1-2 കർഷകൻ എവിടെയെങ്കിലും കൃഷി ചെയ്തുകൊണ്ട് ബ്രാൻഡ് അരിയാക്കി നെല്ലിന്റെ വിസ്തൃതി കുറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലവിലുള്ള പാടങ്ങൾ വിസ്തൃതി കുറഞ്ഞാലും നിലവിലുള്ള പാടങ്ങളിൽ നെൽകൃഷിയില്ല, 100% നെൽകൃഷിയില്ല എന്ന് മാത്രമല്ല, പിന്നെ കുടുംബശ്രീയുടെ കാര്യം ഇവിടെ അതിലേക്ക് വരാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി നമുക്ക്, അതായത് ഇപ്പോൾ തില്ലങ്കേരി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം വലിയൊരു ടൗൺ എന്ന് പറയുന്നത് തില്ലങ്കേരി ടൗൺ ആണ്. തില്ലങ്കേരി ടൗണിൽ കൃത്യമായ ശൗചാലയമുണ്ടോ? ആ തില്ലങ്കേരി ടൗണിന്റെ വികസനത്തെക്കുറിച്ച് എന്താണ് UDF? തില്ലങ്കേരി ടൗണിൽ ശൗചാലയമുണ്ട്. നാട്ടുകാരുടെ സഹകരണത്തോടുകൂടെ ഒരു ശൗചാലയം നിർമ്മിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തിന്റെ വകയല്ല,
പഞ്ചായത്തിൻ്റെ നേട്ടമായി കാണാൻ വേണ്ടി ഇവിടെയുള്ള ജനങ്ങൾക്ക് കഴിയില്ല. നമ്മളിവിടെ ഒരു സ്റ്റേഡിയമുണ്ട്. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ രമേശൻ മാസ്റ്റർ പ്രസിഡൻ്റായ സമയത്ത് ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തിൻ്റെ നേട്ടമല്ല. അതിനുവേണ്ടി അങ്ങനെ 11 പരിപാടിയിൽ കരുണാകരൻ മന്ത്രിസഭയിൽ 11 പരിപാടിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് 11 പരിപാടി കേട്ടിട്ടുണ്ടാവും. ആ പരിപാടിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടി പഞ്ചായത്തുകൾക്ക് പ്രത്യേക ഫണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേക ഫണ്ട് കൊടുക്കുമ്പോൾ ആ ഫണ്ട് എടുത്ത് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ നാട്ടിലെ ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് കൊണ്ടാകുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള വികസനങ്ങളെല്ലാം പഞ്ചായത്തിന്റെ വികസനങ്ങളല്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് തനത് ഫണ്ട് ഉണ്ടാകുന്നില്ല? കഴിഞ്ഞ 10-25 വർഷക്കാലമായി പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടി LDF ആണ് ഇവിടെ. നമുക്ക് തനത് ഫണ്ടില്ല. എല്ലാ ഗ്രാമസഭയിലും വന്നിട്ട് പറയും തനത് ഫണ്ടില്ല, തനത് ഫണ്ടില്ല. എന്തുകൊണ്ട് തനത് ഫണ്ടില്ലാണ്ടായി? തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 10 പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്ത് എനിക്കറിയാതുണ്ട്. ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ ഈ 73-74 ഭരണഘടന ഭേദഗതി വന്നപ്പോൾ, പഞ്ചായത്ത് രാജ് നിയമം വന്നപ്പോൾ പഞ്ചായത്തുകളെ 4 തരം പഞ്ചായത്തുകളെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്ന് സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്താണ്, മറ്റൊന്ന് ഫസ്റ്റ് ഗ്രേഡ് പഞ്ചായത്താണ്, മൂന്നാമത് സെക്കൻഡ് ഗ്രേഡ് പഞ്ചായത്താണ്, നാലാമത് ഉള്ള തേർഡ് ഗ്രേഡ് പഞ്ചായത്തിൽപ്പെട്ട. ഈ കേരളത്തിൽ 10 പഞ്ചായത്തേ ഉള്ളൂ. ആ പഞ്ചായത്തിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് തില്ലങ്കേരി. ആ സംശയമില്ല, ആ പഞ്ചായത്തിൽപ്പെട്ട ഒരു തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് ഇന്നിപ്പോ അപ്പോട്ടാ 48 ലക്ഷം 50 ലക്ഷം ഉറുപ്പിയോളം വരുമാനമുള്ള ഒരു പഞ്ചായത്തായി മാറി. ഇനി പഞ്ചായത്തിന് തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ബിൽഡിംഗ് പെർമിറ്റ് കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആദ്യ സമരമായി വന്നത് UDF. ആ ബിൽഡിംഗ് പെർമിറ്റ് കുറച്ചു, 60% കുറച്ചു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് വന്ന പൈസ തിരിച്ചു കൊടുത്തു. 300 രൂപക്ക് ഒരു കാര്യമാണ്. അതായത് തില്ലങ്കേരി ടൗണാണ് പ്രധാനപ്പെട്ട തില്ലങ്കേരി പഞ്ചായത്തിന്റെ ടൗൺ. ആ ടൗണിന്റെ വികസനത്തിന് പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? കഴിഞ്ഞ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മുന്നേ BJPയുടെ പ്രധാനപ്പെട്ട പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു നമ്മുടെ ശൗചാലയം. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും തില്ലങ്കേരിയിൽ ആളുകൾ എത്തുന്ന സമയത്ത് ശൗചാലയമില്ല എന്ന വലിയൊരു പരാതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഭരണസമിതി ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് പ്രശ്നം. കാര്യം സാധിക്കണമെങ്കിൽ ഒരു പാട്ടയിൽ വെള്ളമായി പോകണം. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ തനത് ഫണ്ടിൽ നിന്നോ മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്ന് വലിയ പൈസ ചിലവാക്കി നമ്മളൊരു സ്ഥാപനം അവിടെ പണിത് കൂട്ടി എന്നല്ലാതെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്നുള്ള ഒരു സംശയം ഇപ്പം നമുക്ക് നിരീക്ഷിച്ചാൽ സാധിക്കും. അപ്പോൾ ഒരു സാധനം ഉണ്ടായി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ അത് കാണിക്കുന്നതിന് പകരം അത് ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത് കൂടി ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ്. അതില്ല എന്നാണ് BJPക്ക് പറയാനുള്ളത്. ഒരു ഭരണസമിതിയുടെ തുടർച്ചയാണ് മറ്റൊരു ഭരണസമിതി. ഈ ഭരണസമിതിയുടെ തുടർച്ചയാണ് ഇനി വരുന്ന ഭരണസമിതി. യഥാർത്ഥത്തിൽ ആ ശൗചാലയം നിർമ്മിച്ച ഘട്ടത്തിൽ അതിന് വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ നിലവിലുള്ള ഭരണസമിതി വന്നപ്പോഴാണ് കുഴൽക്കിണർ അടിച്ച് അവിടെ വെള്ള സംവിധാനം ഏർപ്പാടാക്കിയത്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല, അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശ്മശാനം അന്ന് അതിന് ഗ്യാസ് സംവിധാനവും ശവം വെച്ചിരുന്നില്ല, ബോഡി വെച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ഭരണസമിതിയുടെ തുടർച്ചയാണ് മറ്റൊരു ഭരണസമിതി. അപ്പോൾ അതോടൊപ്പം തന്നെ അപ്പാട്ടം പറഞ്ഞ രീതിയിൽ ജനങ്ങളുടെ സേവനത്തിന്റെ ഭാഗമായി കൂട്ടായ്മയുടെ ഭാഗമായി നടത്തുന്ന വികസന പ്രവർത്തനം പഞ്ചായത്തിന്റെ വികസനം അല്ല, അതിന് കണക്കിൽപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ച് നടത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പോളിസി തന്നെ. പിന്നെ തനത് വരുമാനം വർദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച് ഈ ഒരു ഘട്ടം വരെ എത്തി. വർദ്ധിപ്പിക്കാനുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. ചെറിയൊരു പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വലിയ പ്രക്ഷോഭവും കാര്യങ്ങളും ആക്കി ഗവൺമെന്റ് കുറച്ചു. കാരണം 3-4 ഇരട്ടി ഓരോ വീടുകളൊക്കെ വെക്കുന്ന ഒരു അവസ്ഥയിൽ വലിയ 2006 ശേഷം കെട്ടിട നികുതി വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല. 2006 ശേഷം പ്രതിഷേധത്തിനിടയിലാണ് അത് കുറച്ചത്. വർധനവ് കംപ്ലീറ്റ് അശാസ്ത്രീയമായിരുന്നു, താങ്ങാൻ പറ്റാത്തതായിരുന്നു. അല്ല, തില്ലങ്കേരി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാന സാധ്യതയുള്ളത് കുറേ ദൂരെയുള്ള ആളുകളെയൊക്കെ വിദേശികളെ ഉൾപ്പെടെ എത്തിക്കാൻ പറ്റുന്ന ടൂറിസം സാധ്യതകളാണ്. ആ ടൂറിസം സാധ്യതകളിൽ തില്ലങ്കേരി പഞ്ചായത്ത് വേണ്ടത്ര മുൻഗണന നൽകുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അടുത്ത കാലത്തായി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടൂറിസത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ശ്രമം ഒരു പ്രദേശത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തുകയാണ്. തില്ലങ്കേരിയെ ഒരു സർക്യൂട്ടായി കണ്ട് തില്ലങ്കേരിയിലെ എല്ലാ പ്രദേശങ്ങളും ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് പിൽഗ്രിം ടൂറിസം ഉണ്ട്,
നമ്മുടെ മൃദംഗശൈല ക്ഷേത്രമുണ്ട്, നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രമുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം സ്ഥാപിക്കാനോ അതിൻ്റെ നല്ല നടത്തിപ്പിനോ ഗ്രാമപഞ്ചായത്ത് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മച്ചൂർമല പോലുള്ള ടൂറിസം പോയിന്റുകളുണ്ട് തില്ലങ്കേരി പഞ്ചായത്തിൽ. അപ്പോൾ കേന്ദ്രത്തിന് എന്തെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? കൃത്യമായും ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ ഈ പരിപാടിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ 2 പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഇവിടെ, മനോജും അതുപോലെ ആനന്ദവല്ലിയും. ഞാൻ അവരോട് ചോദിച്ചിരുന്നു, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെയാണല്ലോ പറയുന്നത്, അതുപോലെ തന്നെ തില്ലങ്കേരിയും അനുഗ്രഹീതമാണ്, യാതൊരു സംശയവുമില്ല. അനവധിയായ സാധ്യതകൾ തില്ലങ്കേരിക്കുണ്ട്. ഞാൻ നമ്മളെ മെമ്പർമാരോട് ചോദിച്ചത്, നമ്മളെ കഴിഞ്ഞ ഭരണസമിതി എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളെ ടൂറിസം മേഖലയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്നെങ്കിലും ഒരു MP യെ കാണണം, അല്ലെങ്കിൽ മന്ത്രിയെ കാണണം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങളോട് ചോദിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചിട്ടാണ് വന്നത്. അവർ 2 പേരും പറഞ്ഞത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഒരു കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും പങ്കാളിത്തം ഇവിടെ എത്തിക്കാൻ വേണ്ടി ഒരിടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ UDF-ന് പ്രതിപക്ഷമാണ്. സത്യത്തിൽ തില്ലങ്കേരിയിലെ നിലവിലുള്ള പ്രതിപക്ഷം BJP തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ CPM-ൻ്റെ മെമ്പർമാർ കഴിഞ്ഞാൽ 2 മെമ്പർമാർ BJP-ക്കാണ്, കോൺഗ്രസിൻ്റെ 1 മെമ്പറാണ്. സ്വാഭാവികമായും പ്രതിപക്ഷം എന്നുള്ള സ്ഥലത്ത് BJP തന്നെയാണ്. ഒരു കാര്യവും സംശയമില്ല. ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് തില്ലങ്കേരിയിലെ അടുത്തതും പ്രധാന പ്രതിപക്ഷം BJP ആയിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. മാത്രമല്ല അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മിനിറ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ അനവധിയായ ടൂറിസം പദ്ധതിയായി ബന്ധപ്പെട്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒക്കെ ഇടപെടലുകൾ ചിലത് നടത്താൻ വേണ്ടി നമ്മൾ സദാനന്ദ മാഷ് അടക്കം കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. മാഷ് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിലാണ്. യാതൊരു സംശയമില്ല, ഭരണസമിതി നാളെ ഏത് ഭരണസമിതി തില്ലങ്കേരിയിൽ അധികാരത്തിൽ വന്നാലും ടൂറിസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുന്ന ഏത് പദ്ധതികൾ എത്തിക്കാനുള്ള സൗഹൃദപരമായ ഇടപെടൽ BJP-യുടെ ഭാഗത്തുണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. അതിന് പങ്കാളിത്തം വഹിക്കാൻ സ്വാഭാവികം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP അകറ്റി നിർത്തണം എന്നുള്ള ചിന്ത വന്നാൽ നമ്മുടെ തില്ലങ്കേരിയും അതുപോലെ ആയിപ്പോ. അതുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ കേന്ദ്ര ഫണ്ട് ഏറ്റവും പ്രധാനമായി സ്വാഗതം ചെയ്യുകയാണ്. കിട്ടാവുന്ന കേന്ദ്ര ഫണ്ടുകളൊക്കെ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ റോഡ് വികസനമായി ബന്ധപ്പെട്ട് 2 മെമ്പർമാരുണ്ടായിട്ട് നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇല്ല, അതൊന്നും അവരോട് ചോദിച്ചാൽ പറയുന്ന അവസ്ഥയില്ല. തീർച്ചയായും ഏത് ഫണ്ട് വാങ്ങുന്നതിലും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. ഇവിടെ പ്രതിപക്ഷ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കത്തിൻ്റെ ആവശ്യമില്ല. 2 BJP അംഗങ്ങൾ 2 ആളുകളാണുള്ളത്. UDF-ന് 1 കോൺഗ്രസ് 1 ലീഗുമാണ്. അതും ഇല്ലാത്ത അവസ്ഥയിലേക്ക് തില്ലങ്കേരി ഈ തെരഞ്ഞെടുപ്പിൽ മാറും. തില്ലങ്കേരിയുടെ മണ്ണ് ചുവന്ന മണ്ണ് തന്നെയായി മാറും, നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മച്ചൂർമല ടൂറിസത്തിന് സൗകര്യമുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ടൂറിസം കൊണ്ടുവരാൻ കഴിയൂ. മച്ചൂർമല ടൂറിസം എന്ന് പറയുന്നത് അവിടെയാണ് ഏറ്റവും പ്രധാനമായ ഒരു കേന്ദ്രം. അവിടെ ഫലപ്രദമായ ഇടപെടൽ നടത്തി പഞ്ചായത്ത് തന്നെ ഫണ്ട് വാങ്ങി 1.25 ഏക്കർ സ്ഥലം വാങ്ങി. ഇവിടെ ഇപ്പോൾ MLA-യുടെ ഇടപെടലിൻ്റെ ഭാഗമായി 10.78 ലക്ഷം ഉറുപ്പ്യ, 50 ലക്ഷം ഉറുപ്പ്യയുടെ ടെൻഡർ കഴിഞ്ഞു. ഒരു വർക്ക് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ടൂറിസം കേന്ദ്രം മാത്രമല്ല, അന്താരാഷ്ട്ര യോഗ സെൻറ്റർ 12 ഏക്കർ സ്ഥലത്ത് സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യോഗ സെൻറ്റർ വരുന്നതാണ്. ഇത് തനത് വരുമാനം തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വർദ്ധിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രജിസ്ട്രേഷൻ ഫീസും കെട്ടിട നികുതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരവസ്ഥ UDF-ന്റെയും BJP-ന്റെയും ഭാഗത്തുണ്ട്. എങ്കിലും തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ടൂറിസം പോലുള്ള പദ്ധതികൾ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും പഞ്ചായത്ത് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ച് ഇടപെടൽ നടത്തി, സംസ്ഥാന ഗവൺമെന്റ് ഇടപെടൽ നടത്തി കേന്ദ്ര ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. ഓക്കെ, നമുക്ക് അതിലൊരു ചെറിയൊരു സമയം ഇടപെടുന്നത് നമ്മുടെ അണിയര് സൂചിപ്പിച്ചതുപോലെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ ഏക മാർഗം എന്നുള്ളതിനപ്പുറം, അതായത് കെട്ടിട നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് തന്നെയാണ് ചർച്ച. ഇത്രയും ആളുകളുടെ കൂട്ടത്തിലാണ് ചോദിച്ചത്. കേന്ദ്ര ഫണ്ട് കൃത്യമായും അത് കൃത്യമായി നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ രണ്ടാമതൊരു കാര്യം, കഴിഞ്ഞ തവണ സുഭാഷ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അജിത് സാർ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് എത്രയോ ആ സമയത്ത് തില്ലങ്കേരിയിൽ നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന പല വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വളരെ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നമ്പർ കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്പർ കിട്ടാത്തിടത്തോളം പഞ്ചായത്തിന് വരുമാനം ഉണ്ടാവില്ല. പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം സുഭാഷിനെ പോലുള്ള ആളുകൾക്ക് അറിയാം, അനവധിയായ ബിൽഡിങ്ങുകൾക്ക് നിയമപരമായ സംഗതികൾ ശരിയാക്കി നമ്പർ കൊടുത്തിട്ട് പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള നമ്മൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മീൻസ് പഞ്ചായത്തിന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ വരുമാനമോ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് BJP-യുടെ അഭിപ്രായം. ഒരു ചോദ്യം, അതായത്
ഇപ്പോൾ നമ്മൾക്കറിയാം പായം പഞ്ചായത്ത്, മുഴക്കുന്ന് പഞ്ചായത്ത്, ഇരിട്ടി നഗരസഭയൊക്കെ നമ്മൾ ഇതുപോലുള്ള ചർച്ച സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ആ ചർച്ചയിലൊക്കെ എല്ലാവരും പറഞ്ഞത് MLA കാര്യമായിട്ട് അതാ പഞ്ചായത്തുകളിൽ ഇടപെട്ടിട്ടില്ല, MP ഇടപെട്ടിട്ടില്ല എന്നാണ്. നമ്മുടെ ഈ തില്ലങ്കേരി പഞ്ചായത്തിൽ എങ്ങനെ MLA വേണ്ടത് കൊടുക്കുന്നുണ്ടോ? നിങ്ങളെ MP ഇവിടെ തന്നെ വരാറുണ്ടോ? എങ്ങനെയാണ്? MP ഇവിടെ തന്നെ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ MPക്ക് അങ്ങനെ ഇവിടെ തന്നെ MP കാണില്ല എന്നാ പൊതുവെ എല്ലാവരും പറയല്ലോ. MP കാണുന്നല്ലുണ്ട്. ഇവരെ ആര് പറഞ്ഞ MP കാണുന്നില്ല? MP ഈ കഴിഞ്ഞ തവണ ഇപ്പം അടുത്ത കാലത്തല്ലേ പൂതാറപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. എല്ലാ ദിവസവും MPക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. MLAക്ക് ഒരു പക്ഷേ പറ്റിയേക്കാം, MPക്ക് അങ്ങനെ പറ്റില്ല. MLA മണ്ഡലത്തിൽ വരുന്നുണ്ട്. MLA മണ്ഡലത്തിലുള്ള ആളുകൾ ഞാൻ MLA മണ്ഡലത്തിലുള്ള ആൾ തന്നെയല്ലേ. അതുപോലെ MP ഈ മണ്ഡലം മാത്രം നോക്കിയാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ പൂതാറപ്പാലവും ഒരു സ്ട്രീറ്റ് ലൈറ്റും അല്ലാതെ അവസരം വരാം. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വരുമാനം അദ്ദേഹത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറുടെ നേതൃത്വത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്ന കാര്യം ഇവർ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എങ്ങനെയാണ് തനത് ഫണ്ട് വർദ്ധിക്കുക? പഞ്ചായത്ത് കെട്ടിട നികുതി വർദ്ധിച്ചിട്ട് തനത് ഫണ്ട് വർദ്ധിപ്പിക്കുക. തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കി. ഇവിടെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട് തില്ലങ്കേരി പഞ്ചായത്തിൽ. ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കിയാൽ എന്തെല്ലാം തീർത്ഥാടന കേന്ദ്രം, പഞ്ചായത്തിന്റെ വക എടുക്കണമെങ്കിൽ ഒരു ടൂറിസം കേന്ദ്രം എല്ലാം വരുന്നുണ്ടല്ലോ. ആ ടൂറിസം കേന്ദ്രത്തിൽ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കിക്കൂട്ടെ. ഹോം സ്റ്റേ മാത്രമേ പറ്റൂ. മറ്റ് ഈ ടൂറിസം മേഖലയിൽ നിന്ന് വരുന്നവർക്കും മറ്റും വാടക കൊടുക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൂടെ? എന്തെല്ലാം പദ്ധതികൾ നടത്താം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കെട്ടിടം ഉണ്ടാക്കി, അവിടെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കി. ആ ഷോപ്പിംഗ് മാളിന്റെ മേലെ ഉണ്ടാക്കുമെന്നും കൂടി നിങ്ങൾ പറഞ്ഞോ? എങ്ങനെയാ ഉണ്ടാക്കുമെന്നും കൂടി പറഞ്ഞു. നിങ്ങൾ എവിടെ കെട്ടിടം ഉണ്ടാക്കുമെന്ന് ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കേണ്ട സ്ഥലം നിങ്ങൾ എങ്ങനെ ഇതിന് ജൽജീവൻ പദ്ധതിക്ക് സ്ഥലം കണ്ടെത്തിയത്? ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ സ്ഥലം കണ്ടെത്തിയ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കേണ്ട സ്ഥലമുണ്ട്. അത് ഇവര് കണ്ടെത്താതെ പഞ്ചായത്തിന്റെ സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുണ്ട്. പഞ്ചായത്തിന്റെ പുറമ്പോക്ക് സ്ഥലമുണ്ട്. സ്ഥലമില്ല. പഞ്ചായത്ത് PWD സ്കൂളിന് വേണ്ടി അനുവദിച്ച സ്ഥലമല്ലാതെ പിന്നെ അവിടെയുള്ള കുളമാണ്. കുളമുണ്ട്. കുളം എന്ന് പറഞ്ഞാല് ആ കുളത്തിന്റെ കുളത്തിലാണല്ലോ ഇപ്പൊ നമ്മള് പഴശ്ശി പ്രോജക്റ്റിന്റെ ഒരു പ്രോജക്ട് ഉണ്ടാക്കിയത് കുളത്തിലല്ലേ. ആ കുളം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ MLAയും MP ഒക്കെ ഈ പഞ്ചായത്തിനെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് പറയാനുള്ളത്? നമ്മളെ അഭിപ്രായം, കഴിഞ്ഞ 10 വർഷമായി നമ്മളെ കണ്ണൂർ പാർലമെന്റ് MP കോൺഗ്രസിന്റെ സുധാകരൻ സാറാണ്. ഇവിടെ UDFന്റെ പ്രതിനിധി തന്നെ ഏകദേശം അദ്ദേഹം ഈ പഞ്ചായത്തിന് വേണ്ടി കൊടുത്ത തുകയുടെ ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം. അപ്പോ 10 ലക്ഷം, അതായത് ഇപ്പോ ഈ വർഷം കൊടുത്ത 10 വർഷം മാത്രം അല്ല, ഇപ്പം കൊടുത്താ പറഞ്ഞത്. അതായത് ഇവിടെ BJPക്ക് യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് നോമിനേറ്റഡ് MP മാരായിട്ടുള്ള PT ഉഷയും അതുപോലെ സദാനന്ദ മാഷൊക്കെ ഈ പഞ്ചായത്തിൽ എത്ര രൂപേന്റെ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ അതെ തില്ലങ്കേരി സ്കൂളിലെ ബസ്, പടിക്കച്ചാലിനിപ്പോൾ സ്കൂളിൽ ഒരു ബസ് പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റേജ് പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ വെലങ്ങര വയൽ റോഡിന് ഒരു 55 ലക്ഷം പാസ്സാക്കി. ഇങ്ങനെ വളരെ പ്രത്യാശയോടുകൂടി തില്ലങ്കേരിയിൽ എല്ലാ തരത്തിലുള്ള വികസനം ഉണ്ടാകണം എന്ന് BJPക്ക് 2 മെമ്പർമാരുള്ളതുകൊണ്ട് തില്ലങ്കേരിയിലെ ജനങ്ങൾ BJPയോടൊപ്പം നാളെ വരേണ്ടവരാണ്. BJP തില്ലങ്കേരി പഞ്ചായത്ത് ഭരിക്കേണ്ടതാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെയാണ് അത്തരത്തിലുള്ള പരിപാടി കൊണ്ടുവരുന്നത്. അതായത് കേവലം ഒരു MP 10 വർഷം കൊണ്ട് 10 ലക്ഷം ഉറുപ്പിയാണ് UDFന്റെ MP തില്ലങ്കേരി പഞ്ചായത്തിന്. ഒരു വർഷം കൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പ്രതിനിധി തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതിന്റെ കണക്കെടുക്കാല. അതായത് നമ്മള് നേരത്തെ UDFന്റെ പ്രതിനിധി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 10 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് തില്ലങ്കേരി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ UDFന്റെ പ്രതിനിധികൾ സ്വാഭാവികമായി MP സ്വാധീനിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ലേ? ഈ പഞ്ചായത്തിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 2 നോമിനേറ്റഡ് MP മാരാണ് ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തില്ലങ്കേരിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന MP ആണ് 10 ലക്ഷം കൊടുത്തിരിക്കുന്നത്. ഇതാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയ സമരം. പിന്നെ ഇക്കാര്യത്തിൽ ഒരു സെക്കൻഡ് കൂടി, ഇതിൽ രാഷ്ട്രീയം പറയാൻ ഞാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങെത്തി കഴിഞ്ഞാൽ ഒന്നാണ്, അതിൽ സംശയമില്ല. ഇപ്പോൾ UDF LDF കേരളം വിട്ട് ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്കല്ല ഞാൻ കിടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മൾ ഒരുമിച്ച് മുന്നേറേണ്ടതാണ്. അതിനുള്ള ഉത്തരവാദിത്തത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് എനിക്ക് അതിൽ സൂചിപ്പിക്കുന്നത്. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ കാണണം. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം തില്ലങ്കേരിയുടെ വികസന കാര്യത്തിൽ നിലവിലുള്ള MP എന്ത് ചെയ്തു? ഈ തില്ലങ്കേരിയിൽ MPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? എത്ര ഫണ്ട് കൊടുത്തു? ഒക്കെ നമ്മൾ യാഥാർത്ഥ്യമായി കാണണം. ഇവിടെ പറഞ്ഞ നാമമാത്രമായ ഫണ്ട് മാത്രമാണ് MP എന്ന രീതിയിൽ നമുക്ക് തന്നത്.
യഥാർത്ഥത്തിൽ MLAയുടെ ഫലപ്രദമായ ഇടപെടലാണ്. പഠിക്കച്ചാല് സ്കൂള്, വാഴക്കാല് സ്കൂള്, പെരിങ്ങാനം സ്കൂൾ ഒക്കെ കെട്ടിടാണ്. കവുമ്പടി സ്കൂള് പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ 1,64,00,000 റുപ്യ അവിടെ അനുവദിച്ചു. എല്ലാ മേഖലയിലും ടൂറിസം പദ്ധതി ആയാലും അന്താരാഷ്ട്ര യോഗ സെൻറ്റർ ആയാലും റോഡ് വികസനമായാലും തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ MLAയുടെ ഫലപ്രദമായ ഇടപെടലും സഹായം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ MPയെ കാണാൻ പോലും തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് സാധിച്ചിരുന്നില്ല. ആകെ തില്ലങ്കേരി ടൗണിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ്, വലിയ മാസ് ലൈറ്റ് വരുന്നിടത്തോളം പഞ്ചായത്തിന് വലിയ 25,000 റുപ്യ ഒരു മാസം സ്ട്രീറ്റ് ലൈറ്റിന് മാത്രം പഞ്ചായത്ത് അടക്കേണ്ടതായിട്ട് വരുന്നത്. അല്ല, വേണ്ടാന്നല്ല, അത്രത്തോളം നമ്മൾ വേണ്ടാന്നേ പറഞ്ഞില്ല, നമ്മൾ അടക്കുന്നുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ പേരിന് വേണ്ടാന്ന് പറഞ്ഞിട്ടേ ഇല്ല. പൂതാറ ഒരു പഞ്ചായത്ത് പൈസ അടക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ നമ്മുടെ EP ജയരാജൻ MLAയുടെ മന്ത്രിയായപ്പോൾ ടൗണിലുണ്ട്. അതുപോലെ തന്നെ കാവുമ്പടി മുക്കിൽ EP-യുടെ ഉണ്ട്, തെക്കമ്പോയിൽ EP-യുടെ ഉണ്ട്. 24 ലക്ഷം റുപ്യയിൽ പിന്നെ നമ്മളെ മുഴക്കുന്ന് മുതൽ കുണ്ടുതോട് വരെ, തില്ലങ്കേരി, വാഴക്കാൽ, ഉളിയിൽ വരെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ വെളിച്ച ഗ്രാമമായി പ്രഖ്യാപിക്കാൻ ഇനി മറ്റുള്ള സ്ഥലത്തും കൂടി സ്ട്രീറ്റ് മെയിൻ വലിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് യാഥാർത്ഥ്യമായി കാണണം. നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം MPയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, ഒരു സഹായം സത്യമാണ്. തില്ലങ്കേരിയിലെ വോട്ടർമാരും കുറച്ചുപേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ഈ നേതാക്കന്മാരോട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് അറിയാം. കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥനയുള്ളത്. അതെ, ഞാൻ പറയാം. ഈ വാഴക്കാലിൽ നിന്ന് പാറയങ്ങാട് വഴി തെക്കമ്പോയിൽ എത്തി നിൽക്കുന്ന റോഡിൻ്റെ എത്ര കോടിയുടെ ഫണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അറിയാം. PMGSY ശ്രീമതി ടീച്ചറുള്ള ഘട്ടത്തിൽ പാസ്സായ വർക്ക്. ദയവ് ചെയ്ത് കളവ് പറയരുത്. നമ്മൾ നാളെയും കാണേണ്ടവരാ. ഓർഡർ നമ്മളെ കയ്യിലുണ്ട്. ശ്രീമതി ടീച്ചർ പാസ്സാക്കി പോയി. സുധാകരന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കി. എന്റെ മൊബൈൽ ഫോണിനകത്തുണ്ട് അതിന്റെ പ്ലാന്. പിന്നെ വന്നത് മുൻ പ്രസിഡന്റ് PP സുഭാഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ മതി. 5 കോടി ഉറുപ്പിക ഈ പറയുന്ന റോഡിന് അനുവദിച്ച് 3 കോടിയോളം ഉറുപ്പികയുടെ പ്രവൃത്തി മാത്രമേ ഇപ്പോൾ ഇവിടെ നടത്താൻ പറ്റിയിട്ടുള്ളൂ. കാരണം അതിനപ്പുറത്ത് അങ്ങോട്ട് ആളുകൾ കൺസെൻറ്റ് കൊടുക്കുന്നില്ല എന്നതുകൊണ്ട്. ഇപ്പോൾ ശ്രീമതി ടീച്ചർ തുടങ്ങി വെച്ച ആ പദ്ധതി, കണ്ണിരിട്ടി പിന്നെ 5 കോടിയുടെ പദ്ധതി പാസ്സാക്കി കൊണ്ടുവന്നത് കെ സുധാകരൻ MPയാണ്. അതാണ്. അല്ല, അത് ഇതിന് മറുപടി പറയാണ്ടിരിക്കാൻ പറ്റുമല്ലോ. ഉന്നമുള്ള ചാൽ വരെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അവസാനം ഫണ്ടില്ലാത്തതുകൊണ്ട് വെട്ടി ചുരുക്കേണ്ടി വന്ന ഒന്നുമില്ല എന്ന് പറയുന്നതല്ല ശരി. പിന്നെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ആ പഞ്ചായത്തിൻ്റെ റോഡുകളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ തില്ലങ്കേരിയിലെ പല റോഡുകളുടെയും അവസ്ഥ എന്താ? ഏതെങ്കിലും സ്ഥലത്തൂടെ മര്യാദയ്ക്ക് യാത്ര ചെയ്ത് പോകാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ഓക്കെ, റോഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. പഞ്ചായത്തിൽ ബാക്കി ചെയ്യാനുള്ള റോഡുകൾ വിവരാവകാശ പ്രകാരം പഞ്ചായത്തിൻ്റെ ഇത്തവണത്തെ ആക്ഷൻ പ്ലാന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒരു 5-6 റോഡുകൾ റിപ്പയർ ചെയ്യേണ്ട റോഡുകളുണ്ട്. അത് സ്പില്ലോവറായും ഈ വർഷത്തെ പുതിയ DPC അംഗീകരിച്ച റോഡാണ്. ഒരുപക്ഷെ സമ്പൂർണ്ണ റോഡ് ഗ്രാമം പദ്ധതിയായി തില്ലങ്കേരിയെ പ്രഖ്യാപിക്കാൻ സാധിക്കും. ഉളിയിൽ തെക്കമ്പോയിൽ റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ 40 ലക്ഷം റുപ്യ അനുവദിച്ചതാണ്. ബാക്കിയുള്ള ചെറിയ റോഡുകൾ ഇതിൻ്റെ ഭാഗമായി ഇപ്പം നടപ്പാക്കേണ്ട റോഡുകളാണ്. 98 റോഡുകളാണ് കോൺക്രീറ്റ് റോഡുകൾ നമ്മൾ ഈ 5 കൊല്ലക്കാലം കൊണ്ട് ചെയ്തത്. ഒരു പക്ഷേ ഇനി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ 2 കോടി ജലജീവൻ മിഷൻ പദ്ധതിയുടെ വർക്ക് ഇപ്പോൾ നടക്കുകയാണ് പൊളിഞ്ഞ റോഡുകൾ ചെയ്യാൻ വേണ്ടി. തീർച്ചയായും ഉളിയിൽ തില്ലങ്കേരി റോഡായിരുന്നു ഈ ഭരണസമിതി വരുമ്പോൾ ഏറ്റവും വലിയ കീറാമുട്ടി. അതോടുകൂടി ആരംഭിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ സമ്പൂർണ്ണ റോഡ് ഗതാഗത യോഗ്യമായ പഞ്ചായത്തായി ഈ ഒരു 5-8 പദ്ധതി കൂടി നടപ്പിലാക്കിയാൽ സാധിക്കും. ഉളിയിൽ തില്ലങ്കേരി ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുത്ത റോഡാണ്. 40 ലക്ഷം റുപ്യ ഇപ്പം അനുവദിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടതാണ്. കാർഷിക ഗ്രാമമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാർഷിക മേഖലയിലുണ്ടായ അവസ്ഥ, പ്രത്യേകിച്ച് നെൽകൃഷിയിൽ, കഴിഞ്ഞ ഭരണസമിതി സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമമായി പ്രഖ്യാപിച്ച കാർഷിക മേഖല ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന്, ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ് ചോദ്യമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് IFC എന്ന് പറയുന്ന ഒരു പദ്ധതിയെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചു. തില്ലങ്കേരിയുടെ നെല്ല് സംഭരിച്ച് തില്ലങ്കേരി റൈസ് എന്ന പേരിൽ വിൽപ്പന നടത്തും എന്നാണ് അവകാശപ്പെടുന്നത്. തില്ലങ്കേരി റൈസ് എന്ന് പറഞ്ഞിട്ട് നെല്ല് അരി ഇങ്ങക്ക് കൊടുക്കണ്ടെങ്കിൽ ഇവിടെ കൃഷിയുണ്ടോ?
നെൽകൃഷിയില്ലാത്ത ഒരു മേഖലയിൽ എങ്ങനെ തില്ലങ്കേരി റൈസ് കൊടുക്കാൻ സാധിക്കും? അതിനുവേണ്ടി ഈ IFC എന്തെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടോ? അവർക്ക് കൊടുത്ത ലക്ഷക്കണക്കിന് രൂപ തീർന്നതോടുകൂടി ആ പരിപാടി നിർത്തും. കണ്ടുവരുന്നത് അടുത്ത അങ്ങനെ. ചോദ്യം. അതുപോലെ UDFൻ്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ മുന്നിലൊരു അനുഭവമുണ്ട്. UDFൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം. ഞാൻ തില്ലങ്കേരി പഞ്ചായത്തിൽ 3-ാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. തില്ലങ്കേരി പഞ്ചായത്തിൽ പാലങ്ങൾ, തോടുകൾക്ക് കുറുകെ മരപ്പാലം ഉണ്ടാകുന്ന സമയത്ത് പഞ്ചായത്ത് ആദ്യമായി അനുവദിച്ച് 1 ലക്ഷം രൂപ ചെലവഴിച്ച് എല്ലാ മരപ്പാലവും മാറ്റി കോൺക്രീറ്റ് പാലം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി പഞ്ചായത്ത് നേതൃത്വത്തിൽ വന്നപ്പോൾ കാലങ്ങളായി ആവശ്യപ്പെട്ട് നാട്ടുകാർ പിരിച്ചെടുത്ത് പാലം പണിതുക, അതിൻ്റെ ഒരു ചെറിയൊരു 150 രൂപ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിക്കും. ആ സമയത്താണ് നടപ്പാലം കോൺക്രീറ്റ് ചെയ്യുന്നൊരവസ്ഥ വന്നത്. തില്ലങ്കേരി പഞ്ചായത്തിൽ അത്യാവശ്യമായി വേണ്ട ആ സ്ഥലത്ത് നടപ്പാലം നിർമ്മിക്കാതെ അതിന്റെ ബാക്കി പറയുമ്പോൾ അത് വ്യക്തമാവുക. അത്യാവശ്യമായി വേണ്ട സ്ഥലത്ത് നിർമ്മിക്കാതെ രാഷ്ട്രീയ താല്പര്യം ഉപയോഗിച്ച് നടപ്പാലം നിർമ്മിച്ച സമയത്തുണ്ടായ ഒരു മെമ്പറാണ് അപ്പനുവാട്ടം എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. രണ്ടുപേരോടാണ് ചോദിച്ചത്, LDFൻ്റെയും UDFൻ്റെയും പ്രതി. ആദ്യം LDFൻ്റെ പ്രതി, അതായത് നിങ്ങൾ നെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊടുക്കുന്നുണ്ടോ? കാർഷിക മേഖലയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 1 കോടി രൂപയുടെ സബ്സിഡി ഇനത്തിലുള്ള പരിപാടി നടപ്പിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ രീതിയിലും കാർഷിക മേഖലയിൽ പാടശേഖര സമിതികൾ, കൃഷിഭവൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇതിൻ്റെയൊക്കെ തുടർച്ചയും ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലയിലും. നമുക്കറിയാം, ചിങ്ങം 1 കർഷക ദിനാചരണ പരിപാടികൾ, വിത്ത് വിതരണ പരിപാടികൾ ഉൾപ്പെടെ കർഷകർക്ക് ആവശ്യമായ എല്ലാവിധ സബ്സിഡിയും കൊടുത്തുകൊണ്ടാണ് മുമ്പോട്ടേക്ക് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പോട്ടേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. IFC തില്ലങ്കേരിയിലുള്ള കർഷകരുടെ നെല്ല് ശേഖരിച്ചിട്ടാണ് അത് പാക്കറ്റായി വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു. തില്ലങ്കേരി ബ്രാൻഡ് റൈസ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഉള്ള നെല്ല് ശേഖരിച്ച് അരിയാക്കി ബ്രാൻഡായി വിൽപ്പന ചെയ്യുന്ന സംവിധാനം തില്ലങ്കേരിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. തില്ലങ്കേരി ബ്രാൻഡ് റൈസ് വിപണനം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കുരുമുളക്, തെങ്ങ് കൃഷി വ്യാപനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടനവധി ഇടപെടലാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാർഷിക മേഖല പൊതുവെ കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്, കുറയുന്ന അവസ്ഥ കേരളത്തിലെമ്പാടുമുണ്ട്. അത് തില്ലങ്കേരിയെ ബാധിച്ചിരുന്നത് കാര്യമാണ്. പിന്നെ പാലത്തെ സംബന്ധിച്ച് ഇവിടെ അതിൽ പറയുന്നത്, ജനകീയാസൂത്രണത്തിന്റെ ആദ്യ നാളുകളിൽ എപ്പോഴോ വന്ന ഒരു UDF ഗവൺമെന്റ്, പഞ്ചായത്ത് ഭരണസമിതി പുല്ലുമേഞ്ഞ വീടുകൾ ഓടുമേഞ്ഞ വീടുകളാക്കി എല്ലാവർക്കും കക്കൂസ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത്, അന്നത്തെ പഞ്ചായത്തിന്റെ മേന്മയല്ല. അത് ജനകീയാസൂത്രണത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെമ്പാടും നടപ്പിലാക്കിയത് ഇവിടെ നടപ്പിലാക്കി. അന്നത്തെ രാഷ്ട്രീയ വിവേചനാണ് ഇന്നിപ്പോ സീതരാട്ടൻ സൂചിപ്പിച്ചത്. ഒരു രാഷ്ട്രീയ വിവേചനവും കഴിഞ്ഞ 5 വർഷമില്ല. അന്ന് ഇവർ പാലം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ 16,20,000 രൂപയാണ് കിട്ടിയെന്ന് ആദ്യത്തെ തവണ. ആ 16,20,000 52 പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ഭരണസമിതിയായിരുന്നു. എപ്പോഴോ വന്നൊരു ഭരണസമിതിയല്ല. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നപ്പോൾ ആദ്യമായി വന്ന ഭരണസമിതി. പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നതിന് മുമ്പേ 4-4 നറുക്കിട്ട് LDF ഭരിച്ചൊരു പഞ്ചായത്ത്. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷവും വന്ന തെരഞ്ഞെടുപ്പിൽ 95-2000 കാലഘട്ടത്തിൽ എങ്ങനെയോ വന്ന ഭരണസമിതിയല്ല അത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടെ, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ, വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വരികയും വ്യക്തമായ കാഴ്ചപ്പാടോടെ ജനപങ്കാളിത്തത്തോടെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഞാൻ എപ്പോഴോ ഉള്ള കക്കൂസ് കൊടുത്ത കാര്യമല്ല ഇവിടെ പറഞ്ഞത്. അന്ന് കക്കൂസിന് 2000 രൂപയാണ് കൊടുക്കേണ്ടത്. ആ 2000 രൂപ കൊടുത്താൽ കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഇവർ പറഞ്ഞോട് പറയാം, വൈസ് പ്രസിഡന്റ് പറഞ്ഞോട്, 2000 രൂപക്ക് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. അതിന് ഗ്രാമപഞ്ചായത്ത് എടുത്തൊരു നിർദ്ദേശം, തീരുമാനവും ഐക്യകണ്ഠ്യേന എടുത്ത തീരുമാനവും അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ പഞ്ചായത്ത് എത്തിച്ചു കൊടുക്കുകയും പഞ്ചായത്ത് തനതായി ചെയ്തതല്ല, ജനകീയാസൂത്രണ പദ്ധതിയാണ്. പേര് ജനകീയാസൂത്രണം എന്ന് കൊണ്ടുവന്നാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മാത്രം. അടുത്ത ചോദ്യം. പാലത്തിന് പറഞ്ഞല്ലോ, അത് വേറെ രാഷ്ട്രീയ വിവേചനം. എന്താ രാഷ്ട്രീയ വിവേചനം? അവിടെ ഇവർ പറഞ്ഞ സ്ഥലത്ത് ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ, ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിക്കണം, ഒരുപാട് പണം വേണം. അതിനേക്കാൾ കുറച്ച് പണത്തിന് തൊട്ട താഴെ എന്ന് വെച്ചാൽ 50 മീറ്റർ താഴെ ഒരു നടപ്പാലം ഉണ്ടാക്കി കൊടുത്തു, കോൺക്രീറ്റ് പാലം ഉണ്ടാക്കി. അതങ്ങനെ രാഷ്ട്രീയ വിവേചനമാകുന്നു. അവിടെയാണ് പാടശേഖര സമിതികളുള്ളത്. പാടശേഖര സമിതിയിൽ നിന്ന് കറ്റ കൊണ്ടുവരാനും അതുപോലെ തന്നെ കൃഷിപ്പണിക്ക് പോകാനുള്ള
സഞ്ചാരയോഗ്യമായ സ്ഥലത്ത് തന്നെയാണ് പാലം ഉണ്ടായി ഓക്കെ, 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 കൊടുത്തത്. ആ ഓക്കെ. വാർഡിൽ ചോദ്യം, തന്നെയാണ് ചോദ്യം, ചോദ്യം. ആ പാലം ഉണ്ടായി കൊടുത്തത്. ചോദിച്ചോ. അതിലൊരു രാഷ്ട്രീയ വിവേചനവും ഇല്ല. ചോദിച്ചോളൂ. 95-ലെ പഞ്ചായത്ത് സർക്കാരിൻ്റെ മഹിമ UDF പ്രതിനിധി പറയുന്നത് കേട്ടു. ശരിക്ക് തില്ലങ്കേരിയുടെ ഒരു ഘട്ടകാലമായിരുന്നു ആ 95 മുതൽ 2000 വരെയുള്ള കാലം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2000 മുതൽ 2025 വരെയുള്ള പ്രാദേശിക ഗവൺമെൻറ് വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തി ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊന്നാക്കി തില്ലങ്കേരിയെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ശ്രീധരേട്ടൻ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ ഈ 95-ലെ കാലഘട്ടം എന്ന് പറയുന്നത് സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായി മെമ്പർമാരുടെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളുടെയും വീടുകളിലേക്ക് കരണ്ടും റോഡും എത്തിക്കലായിരുന്നു അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ പണി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്നുകൂടി, തില്ലങ്കേരി പഞ്ചായത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, പഞ്ചായത്തിൻ്റെ അല്ല ടൗണിൻ്റെ വികസനത്തിന് UDF എല്ലാ ഘട്ടങ്ങളിലും പാരവെച്ച് വികസനങ്ങൾ ഇല്ലാതാക്കുകയല്ലാതെ എന്താണ് കൊണ്ടുവരാൻ വേണ്ടി തില്ലങ്കേരി വികസിക്കുന്നതിന് വേണ്ടി UDFന്റെ ഭാഗത്ത് നിന്ന് പഞ്ചായത്ത് ഭരിച്ചപ്പോഴും സംസ്ഥാനം ഭരിച്ചപ്പോഴും എന്താണ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്? അതോടൊപ്പം വികസനത്തിന് എന്താണ് UDFന് ചെയ്യാൻ സാധിക്കും? മറ്റൊന്ന്, തില്ലങ്കേരിയിലേക്ക് ഈ വികസനം, തില്ലങ്കേരി നമ്മുടെ സ്റ്റേഡിയം വളരെ ദൂരെയാണ്. ഇതാണ് പറയേണ്ടത്. തില്ലങ്കേരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാരിനെ ഉപയോഗിച്ച് ടൗണിന്റെ വികസനത്തെ കുറിച്ച് ഇല്ലാതാക്കിയതാണ് UDF. തില്ലങ്കേരി ടൗണിന്റെ വികസനം ഞങ്ങൾ ആകെ മൊത്തം ഭരിച്ചത് ഇവിടെ 95-2000 കാലഘട്ടം. അന്ന് കിട്ടുന്ന ഫണ്ടും ഇന്ന് അതിനുശേഷം 25 കൊല്ലക്കാലം കിട്ടിയ ഫണ്ടും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. 25 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്തിന്, ഏറ്റവും പാവപ്പെട്ട പഞ്ചായത്തിന് ചുരുങ്ങിയത് 25 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 16,20,000 രൂപ തന്നപ്പോൾ നമ്മൾ 52 പ്രോജക്റ്റുകൾ ഉണ്ടാക്കി. ഞാൻ ഉത്തരത്തിലേക്കാണ് വരുന്നത്, പറയാതിരിക്കുന്നത് എന്താണ് സ്വജനപക്ഷം എന്ന് മനസ്സിലായി. അതിനുശേഷം ജനുവരി മാസം, അതായത് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരിക്കേണ്ടത് മാർച്ച് 31, എല്ലാവർക്കും അറിയാലോ. ജനുവരി മാസമാണ് 8,80,000 രൂപ കിട്ടുന്നത്. പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് എന്താണിത് വേണ്ടതെന്നുള്ള ശരി ആദ്യ രീതിയിൽ ഒരു ജനകീയ ഞാൻ പറയട്ടെ അല്ല, അവര് ചോദിച്ചത് തില്ലങ്കേരി ടൗണിന്റെ കാര്യമാണ്. അത് ചുരുക്കിയൊന്ന് പറഞ്ഞോളൂ. അതിലടക്ക് പറഞ്ഞല്ലോ കെടുകാര്യസ്ഥതയും അതുപോലെ സ്വജനപക്ഷപാതവും പറഞ്ഞല്ലോ. സ്വജനപക്ഷപാതത്തിന്റെ പറയാ നമ്മൾ അത് ഞാൻ നിർത്തിയത്. നമ്മൾ സ്വജനപക്ഷപാതം ആർക്കാണ് കക്കൂസിന് ഇന്ന പാർട്ടിക്കാരനാന്ന് പറഞ്ഞാൽ നമ്മൾ കക്കൂസ് കൊടുത്തത്? ഏത് വീടുകാരനാണ് ഇന്ന പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞു നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു? ഏത് പ്രദേശത്തുള്ള ആളുകൾക്കാണ് കൊടുത്തത്? സ്വജനപക്ഷപാതം എന്ന് പറയുമ്പോൾ അതിന് വേണമല്ലോ. വീട്ടിലേക്ക് വൈദ്യുതി കൊടുത്തു എന്നുള്ള പരാതിയൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. വൈദ്യുതി എല്ലാ മേഖലയിലും എന്താ വെച്ചാൽ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിന്റെ ചില മേഖലകളിൽ അത് പള്ളിയം വൈദ്യുതീകരണം എന്ന പേരിൽ അങ്ങോട്ടും അതുപോലെ തന്നെ ചില മേഖലകളിൽ മാത്രമേ വൈദ്യുതി ഉണ്ടായിരുന്നുള്ളൂ. വൈദ്യുതി കൊണ്ട് ബാക്കി എല്ലാ 8,80,000 രൂപ കൊണ്ട് വൈദ്യുതി എല്ലാ മേഖലകളിലും തുല്യമായി വിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ സ്വജനപക്ഷപാതം ആർക്ക് കൊടുത്തു എന്ന് നിങ്ങൾ പറയാം. പിന്നെ വേറെ എന്താ ചോദിച്ചോളൂ. അത് പറഞ്ഞു. ഞാൻ പറയും 5 വർഷം കൊണ്ട് ഒരു ഭരണസമിതിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിൽ 5 വർഷത്തിൽ 3 വർഷമാണ് നമുക്ക് കിട്ടിയത്. 2 വർഷം 2,000 രൂപ വെച്ച് അൺഡൈഡ് ഫണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആസൂത്രണ പ്രക്രിയ വന്നതിന് ശേഷമാണ് ധനകാര്യ സ്ഥാപനം പഞ്ചായത്തുകൾക്ക് 40% സംഖ്യ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോടാണ് ഒരു ചോദ്യം വരുന്നത്. കാർഷിക മേഖലയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇതിന് മുന്നത്തെ ഭരണസമിതിയിൽപ്പെട്ട പ്രസിഡന്റായിരുന്നു സുഭാഷ്. അക്കാലത്തായിരുന്നു നമ്മുടെ ഈ തില്ലങ്കേരി പഞ്ചായത്ത് ക്ഷീരഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചത്. അന്ന് ഒരുപാട് ഇടപെടലുകൾ സുഭാഷ് പ്രസിഡൻ്റായിട്ടിരിക്കുക നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ കാലയളവിൽ എത്ര പശുക്കളുണ്ട് എന്നുള്ളതൊരു കണക്ക് പഞ്ചായത്തിൻ്റെ സർവേയിലുണ്ടോ? പിന്നെ അന്നത്തെ എണ്ണത്തിൻ്റെ എത്ര ആൾ ഇന്ന് പശുക്കളെ പോറ്റുന്നുണ്ട്? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അന്ന് പ്രഖ്യാപിച്ച പദ്ധതി ഇന്ന് നാട്ടിൽ എവിടെയും ഇല്ല. കാരണം ക്ഷീരഗ്രാമം പദ്ധതി എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കല്ല അതിൻ്റെ ഗുണം ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷീരമേഖലയിൽ ഒന്നും കൂടിയുണ്ട്. പിന്നെ ഒന്ന് പറയാനുള്ളത്,
ഈ കേരഗ്രാമം എന്ന് പറഞ്ഞിട്ട് തില്ലങ്കേരി ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. ക്ഷീരകർഷകർക്ക് ആവശ്യമായ എല്ലാ സബ്സിഡിയും ഇപ്പോഴും ഗ്രാമപഞ്ചായത്ത് പാലിന് സബ്സിഡി ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. അതിലൊരു സംശയവും വേണ്ട. പക്ഷേ പശു വളർത്തലിനെ ഈ വർഷത്തെ പ്രോജക്റ്റ് തന്നെ 9 ആളുകൾക്ക് പശു വളർത്തൽ 30,000 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയിൽ പോലും ആളുകൾ ചേരുന്നില്ല. അത് പശുവിനെ വാങ്ങാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിഷയം. കേരളത്തിലെമ്പാടും പശു വളർത്തൽ കുറയുകയാണ്. വില കൂടിയ പട്ടിയെയും വില കൂടിയ പൂച്ചയെയും വളർത്തുന്നുണ്ട്. പക്ഷേ പശു വളർത്തൽ, ആട് വളർത്തലിൽ നിന്ന് ആളുകൾ പുറകോട്ട് പോവുകയാണ്. എത്രയധികം സബ്സിഡി സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടും പഞ്ചായത്ത് കൊടുത്തിട്ടും ആ മേഖലയിൽ ആളുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തില്ലങ്കേരിയിൽ പശു വളർത്തലിന് സാധ്യതയുള്ള പ്രദേശമാണ്. ഒട്ടനവധി ഫണ്ട് ഈ മേഖലയിൽ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പശുവിനെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് 30,000 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടുള്ള പദ്ധതി ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും ക്ഷീരകർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി, ഒട്ടനവധി പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കി. കേരഗ്രാമം ഈ നമ്മളെ നാട് തന്നെ, കേരളം ഒന്ന് അറിയപ്പെടുന്നത് തന്നെ നാളികേരം കൊണ്ടാണ് നമുക്കറിയാം. ആ നാളികേര വികസന രംഗത്ത് ഫലപ്രദമായ തെങ്ങിൻ തൈ വിതരണം ഉൾപ്പെടെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഈ അടുത്താണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി കുറച്ച് തേങ്ങക്കൊക്കെ വില വന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ മേഖലയിലും ഫലപ്രദമായ ഇടപെടൽ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ ചേർന്ന് ചർച്ച ചെയ്ത് വെക്കുന്ന എല്ലാ പദ്ധതികളും ഈ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ചോദ്യം കൂടുതൽ ചോദ്യം ചോദിക്കാനല്ല ഉള്ളത്. അതിൽ പഞ്ചായത്ത് LDF ഭരണസമിതി നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ പരിപാടിയുടെ രീതി അങ്ങനെ അല്ലാത്തതുകൊണ്ട് സമയക്കുറവ് കൊണ്ടും അത്തരം വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. എന്തായാലും വലിയ പ്രവർത്തനങ്ങളാണ് തില്ലങ്കരിയിൽ ഈ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംശയമൊന്നുമില്ല. എന്നിട്ട് ചോദ്യം ചോദിക്കേണ്ട ഒരു ആൾ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട അപ്പുവാട്ടനോട് ചോദിക്കാനുള്ളത് UDFൻ്റെ പ്രതിനിധിയാണല്ലോ. ഇവിടെ ഇപ്പം പറഞ്ഞ പ്രകാരം 1995-2000 കാലഘട്ടത്തിലെ UDFൻ്റെ ഗവൺമെൻറ് ഈ തില്ലങ്കരിയുടെ വികസന ചരിത്രത്തിലെ ഏക UDF ഭരണസമിതിയാണ്. ഈ കാണുന്ന എല്ലാ നേട്ടങ്ങളുടെയും പിതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ UDFൻ്റെ ഭരണസമിതിയാണെന്നാണ് അപ്പോട്ടൻ പറയാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടത്. എന്തായാലും മറുപടി പറഞ്ഞോ. എന്തായാലും പറഞ്ഞത് കുറേ ഓലമേഞ്ഞ വീട് ഓടിട്ട് കൊടുത്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ തില്ലങ്കരിയിലെ ഒരു കുടുംബവും ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ തില്ലങ്കേരി പഞ്ചായത്തിൽ 3000 കുടുംബം ഉണ്ടെങ്കിൽ ഏതാണ്ട് അതിനടുത്ത ആളുകൾ തന്നെ ബാങ്ക് ലോൺ എടുത്ത് അല്ലെ പഞ്ചായത്ത് നാമാത്രം കൂടി സഹായം കൊണ്ടല്ല ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ചോദ്യം ഇതാണ്, ഞാൻ ചോദിക്കാനുള്ള ചോദ്യം എന്താണ് ഈ 1995-2000 കാലഘട്ടത്തിലെ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ജനകീയാസൂത്രണ തുടക്കത്തിലെ ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന രീതിയിൽ എടുത്തു പറയാൻ വേണ്ടി സാധിക്കുന്ന എന്ത് നേട്ടമാണ് നിങ്ങൾ ഇവിടെ നടപ്പിലാക്കിയത് എന്ന് ഒന്ന് പറയണം. ഇങ്ങനെ കാടടച്ച് പറയാം, കുറേ വീട് ഇങ്ങനെ ചോദ്യം കഴിഞ്ഞില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ തില്ലങ്കേരി ടൗണിൽ ശോചനാവസ്ഥ വിഷയമൊക്കെ പറഞ്ഞു. UDFൻ്റെ ഭരണകാലത്തിനും തില്ലങ്കേരി ടൗൺ പോയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തേക്കാൾ അന്ന് ഒരുപാട് ഭൂമി കണ്ടെത്താൻ വേണ്ടി സാധിക്കും. നിങ്ങളൊരു ഇപ്പോൾ പറയുന്നല്ലോ വലിയ വയൽ പറയുകയല്ലേ, ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കുക, അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ. നിങ്ങൾ എന്ത് നടപടിയാണ് ഒരു 10 സെൻറ്റ് സ്ഥലം, ഒരു സെൻറ്റ് സ്ഥലം മൂത്രപ്പുര എടുക്കാൻ വേണ്ടി 1 സെൻറ്റ് സ്ഥലം കൈവശം തില്ലങ്കേരി പഞ്ചായത്തിൻ്റെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് നടപടിയാണ് ഇത്രയും വലിയ സൗകര്യം ഫണ്ട് ലഭിച്ചപ്പോൾ നിങ്ങൾ ചെയ്തില്ല, നമ്മളാണ് ചെയ്ത്. രണ്ടാമത്തെ കാര്യം, 1980 തില്ലങ്കേരി പഞ്ചായത്തിൻ്റെ ശ്മശാനം. എനിക്ക് 40-45 വയസ്സായി. നമ്മളൊക്കെ ജനിക്കുന്ന കാലഘട്ടത്തിലാണ് ടി കൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് 1980 ശ്മശാനത്തിന് വേണ്ടി 1 ഏക്കർ ഭൂമി എടുത്തത്. ഈ UDFൻ്റെ ഭരണകാലത്ത് അതവിടെ ഉണ്ടായാലോ, അവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ടൂറിസം, തില്ലങ്കേരിയുടെ പ്രകൃതി രമണീയത അന്നേണ്ട്. എന്താണ് ചെയ്തത്? ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിൽ പോലും കേവലം 5 വർഷം ഉണ്ടായ കാര്യങ്ങളാണ് ഇവിടെ എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്ന ആ കാര്യമാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു തവണയാണ് ഞങ്ങൾ പഞ്ചായത്ത് അധികാരത്തിൽ വന്നത്. ഒരു തവണയും 5 തവണയും വന്ന ഭരണസമിതിയും തമ്മിൽ എടുത്തു പറയുന്ന ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ കുടുംബശ്രീ യൂണിറ്റ് നമ്മൾ നടന്നില്ല, കുടുംബശ്രീ യൂണിറ്റുകൾ. ഈ കുടുംബശ്രീ യൂണിറ്റുകൾ ബീജാപാപം ചെയ്തതാരാ? തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത്, സ്വജനപക്ഷപാതം എന്നല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ, സ്വാശ്രയ സംഘം, സ്ത്രീകളിലെ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് ഞാനും യൂസിയും സലീമും അവരെല്ലാം RP-മാറാന്നു. RP-മാർപ്പെട്ട പാട് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു ത്യാഗത്തിന്റെ സമയം കുറയുന്നുണ്ട്.
ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം നമുക്ക് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തന്നെ ഗവൺമെന്റ് തീരുമാനപ്രകാരം തില്ലങ്കേരി പഞ്ചായത്ത് നമുക്ക് സമയമായി ഈ അപ്പോൾ ബ്ലോക്കിൽ സമയം അതിക്രമിച്ച് വരികയാണ്. അതായത് നമുക്കറിയാം അതെ നമ്മളെ ഏത് പഞ്ചായത്ത് എല്ലാവരും ഒരിക്കൽ കൂടി വരും. തില്ലങ്കേരി പഞ്ചായത്തും മാറളം ഓക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് 7 പഞ്ചായത്തുകളിൽ തില്ലങ്കേരി ഓക്കെ, ഗ്രാമപഞ്ചായത്ത് ഓക്കെ, ഓക്കെ. ആറളം പഞ്ചായത്ത് മാത്രമാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ 5 വർഷക്കാലം അടുത്തേക്ക് ഒരു അവസാനം നമ്മള് വികസനം എന്ന് പറയുന്നത് ഈ വോട്ടർമാരോട് എന്താണ് വികസനം എന്ന് പറയുന്നത് റോഡും പാലവും മാത്രമല്ല. കഴിഞ്ഞ 5 വർഷക്കാലം തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് ഒരു 3 സ്ഥലത്ത് വയോജന വിശ്രമ മന്ദിരത്തിന് സൗജന്യമായ സ്ഥലം വാങ്ങി. മച്ചൂർമലയിൽ അത് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു. സബ് സെന്ററിന് സൗജന്യമായ സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കുകയാണ്. ഹോമിയോ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുകയാണ്. ബഡ്സ് സ്കൂളിന് സ്ഥലവും വാങ്ങി അവിടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 395 ST വിഭാഗത്തിൽപ്പെട്ട ആളാണ് തില്ലങ്കേരി. സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ. നിങ്ങൾ ഉന്നതികൾ നോക്കിക്കോ, ഇല്ല ഉന്നതിയും ശങ്കരൻകണ്ടി ഉന്നതി. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, വീട് 19 വീട്, ചുറ്റുമതിൽ, കുടിവെള്ളം അവർക്ക്. ഇത്തവണ വോട്ടർമാരോട് എന്ത് ചോദിച്ചിട്ടാണ് വോട്ട് ചെയ്യുക? അവർക്ക് എന്താണ് വികസനം? സംസ്ഥാന ഗവൺമെന്റിന്റെ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ച വികസന പ്രവർത്തനങ്ങൾ, 5 വർഷക്കാലം തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, കൃത്യമായ വികസന രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി വോട്ട് നിയോഗിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലക്കാലം ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത്, കേന്ദ്ര ഫണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട്, ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഒക്കെ വാങ്ങിയിട്ടുള്ള വികസനം, രാഷ്ട്രീയ വ്യത്യാസമന്യേ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഭാവി പഞ്ചായത്തിലും അത്തരം പരിപാടികൾ നടപ്പിലാക്കുമെന്ന കൃത്യമായ ഒരു പ്രകടന പത്രിക, ഇനി 5 കൊല്ലം എന്തൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മുമ്പോട്ടേക്ക് പോകുന്നത്. തീർച്ചയായും ഇടതുപക്ഷത്തിന് വലിയ വിജയം തില്ലങ്കേരിയിൽ നേടാൻ വേണ്ടി സാധിക്കും. 14 വാർഡും 2 ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും LDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തില്ലങ്കേരിയുടെ മണ്ണ് ചുവന്ന മണ്ണ്, രക്തസാക്ഷികളുടെ മണ്ണ് ചുവന്ന് തുടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. UDF എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കുറച്ച് സമയം തരണം. സമയമില്ല, 1 മിനിറ്റ്. എന്നെ ഒരു കാര്യങ്ങൾ പൂർണ്ണമായി പറയാൻ വേണ്ടി നിങ്ങൾ സമയം എടുത്തോണ്ട് അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പറയുന്നത് കുറെ നീട്ടി പറയുന്നതുകൊണ്ടാണ്. അതിന് പ്രധാനപ്പെട്ട പോയിന്റ് 1 മിനിറ്റ് വോട്ടർമാരോട് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് പറയാം. 1 മിനിറ്റ് കൊണ്ട് നമ്മൾ വെച്ചാൽ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 14 സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലും, ബ്ലോക്ക് പഞ്ചായത്തിൽ 2 സ്ഥാനാർത്ഥികളും, അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പേരാവൂരിൽ 1 സ്ഥാനാർത്ഥിയും നിർത്തിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്കൊന്നും മാനക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടില്ല. അവർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന മാത്രമല്ല, തില്ലങ്കേരിയിലെ ആബാലവൃദ്ധം ജനങ്ങളോട്, ഇന്നത്തെ ജനങ്ങളോടല്ല, 30 വർഷം മുമ്പെയുള്ള തില്ലങ്കേരിയിലെ ജനങ്ങളോട് ചോദിച്ചാൽ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയും. എനിക്ക് ഈ കഴിഞ്ഞ 4 തവണ ഭരണസമിതി വികസന പ്രവർത്തനം നടത്തിയെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തും UDF വന്നാൽ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറഞ്ഞോളൂ. ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രകടന പത്രിക തയ്യാറാക്കി വീടാന്തരം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തില്ലങ്കേരിയുടെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ഗവൺമെൻറ്റേതര പരിപാടികളെല്ലാം നടത്തുന്നതോടൊപ്പം തില്ലങ്കേരിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് ഞങ്ങൾ നടപ്പിലാക്കും. എന്താണ് NDAയുടെ പ്രതിനിധി എന്ന രീതിയിൽ വോട്ടർമാരോട് പറയാനുള്ളത്? NDAയുടെ പ്രതിനിധി എന്നുള്ള നിലക്ക് വോട്ടർമാരോട് പറയാനുള്ളതും അഭ്യർത്ഥിക്കാനുള്ളതും, ഭാരതത്തിൻ്റെ വികസനം ഇന്ന് എല്ലാ ജനങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ BJP കേരളത്തിൽ നേരിടുന്നത്. ആ വികസിത കേരളം എന്നുള്ള നിലക്ക് വികസിത തില്ലങ്കേരി എന്നുള്ളത് തന്നെയാണ് തില്ലങ്കേരിയിലെ വോട്ടർമാരോട് പറയാനുള്ളത്. തില്ലങ്കേരിയുടെ വികസനത്തിൽ ഇവിടെ പ്രതിപാദിക്കാതെ വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് സമയക്കുറവുകൊണ്ട് പോകുന്നില്ല. ഏതായാലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇവിടെ ഇരിക്കുന്ന മുൻ പ്രസിഡന്റും ഇപ്പോൾ വൈസ് പ്രസിഡന്റും മെമ്പർമാരൊക്കെ അറിയാം. ഏകദേശം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ കൃത്യമായി ഞാൻ സൂചിപ്പിക്കുന്നില്ല, 400-ലധികം ഗ്രാമീണ റോഡുകൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ ഇടവഴികളൊക്കെ അത് റോഡായി പഞ്ചായത്തിൽ കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ 400-ലധികം റോഡുകൾ, അത് കേന്ദ്ര ഫണ്ടാണ് അല്ലെങ്കിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ടാണെന്നുള്ള അറിയാം, സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് ഉണ്ടാവും. അങ്ങനെ ആ വികസിത കേരളം എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ട് വികസിത തില്ലങ്കേരി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത BJP എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്, തില്ലങ്കേരിയിലെ പ്രധാന പ്രതിപക്ഷം, നമ്മളിപ്പോൾ ഭരിക്കും എന്നുള്ള അവകാശവാദത്തിലേക്ക് വരുന്നില്ല, പ്രധാന പ്രതിപക്ഷമായിരിക്കും. മാത്രമല്ല വോട്ടെണ്ണി കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ഒട്ടുമിക്ക വാർഡുകളിലും BJPയോ NDA സ്ഥാനാർത്ഥികളോ രണ്ടാമതായി വരും, ജയിക്കാൻ സാധ്യതയില്ലാത്ത വാർഡുകൾ വരും. അതുപോലെ തന്നെ
തില്ലങ്കേരിയിലെ CPM എന്ന് പറയുന്ന നേരത്തെ അണിയര് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് ചുവന്ന മണ്ണാണ് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചുവന്ന മണ്ണിൽ ചെറിയ കാവി അടിച്ചുകൊണ്ട് യാതൊരു സംശയമില്ല ഏറ്റവും രണ്ടാം വോട്ടർമാരുടെ എണ്ണം BJP വർദ്ധിപ്പിക്കും. ആ രീതിയിലേക്ക് ആ ചുവന്ന തില്ലങ്കേരിയെ ചെറുങ്ങനെ കാവ്യവൽക്കരിച്ചു കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമം BJPയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് BJP പറയാനുള്ളത്. മുന്നണിയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഏതായാലും വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത് ഇവരിൽ ആരെയാണ് ജയിപ്പിക്കേണ്ടത്, ആരെയാണ് ഭരണം ഏൽപ്പിക്കേണ്ടതെന്ന്. ഇനി മറ്റൊരു സ്ഥലത്ത് കാണുന്നവരെ നന്ദി, നമസ്കാരം.